അധ്യായം 25 അൽ ഫുർഖാൻ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 77. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറാ. തന്റെ ദാസന് ശരിതെറ്റുകളെ വേർതിരിച്ചു കാണിക്കുന്ന ഈ പ്രമാണം ഇറക്കിക്കൊടുത്ത അല്ലാഹു അളവറ്റ അനുഗ്രഹമുള്ളവനാണ്. അദ്ദേഹം ലോകർക്കാകെ മുന്നറിയിപ്പ് നൽകുന്നവനാകാൻ വേണ്ടിയാണിത്. الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا. ആകാശഭൂമികളുടെ ആധിപത്യത്തിനുടമയാണവൻ. അവനാരെയും പുത്രനായി സ്വീകരിച്ചിട്ടില്ല. ആധിപത്യത്തിൽ അവന് ഒരു പങ്കാളിയുമില്ല. അവൻ സകല വസ്തുക്കളെയും സൃഷ്ടിച്ചു, കൃത്യമായി അവയെ ക്രമീകരിക്കുകയും ചെയ്തു. വത്തഖദൂ മിൻ ദൂനിഹി ആലിഹതൻ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂന ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا. എന്നിട്ടും ഈ ജനം അവനെക്കൂടാതെ പല ദൈവങ്ങളെയും സങ്കൽപ്പിച്ചുണ്ടാക്കി. എന്നാൽ അവർ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല. എന്നല്ല, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. തങ്ങൾക്കു തന്നെ എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനുള്ള കഴിവ് പോലും അവർക്കില്ല. മരിപ്പിക്കാനോ ജീവിപ്പിക്കാനോ ഉയിർത്തെഴുന്നേൽപ്പിക്കാനോ അവർക്കാവില്ല. وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا. സത്യനിഷേധികൾ പറയുന്നു, ഈ ഖുർആൻ ഇയാൾ കെട്ടിച്ചമച്ച കള്ളക്കഥയാണ്. അതിലയാളെ ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അറിയുക, അവരെത്തിപ്പെട്ടത് കടുത്ത അക്രമത്തിലാണ്, പറഞ്ഞത് പച്ചക്കള്ളവും. وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا. അവർ പറയുന്നു, ഇത് പൂർവികരുടെ കെട്ടുകഥകളാണ്, ഇയാളിത് പകർത്തിയെഴുതിയതാണ്. രാവിലെയും വൈകുന്നേരവും ആരോ അതിയാൾക്ക് വായിച്ചു കൊടുക്കുകയാണ്. ഖുൽ അൻസലഹു അല്ലദീ യഅലമു സിർറ ഫിസ്സമാവാതി വൽ അർദ് ഇന്നഹു കാന ഗഫൂറർ റഹീമാ. പറയുക, ആകാശഭൂമികളിലെ പരമരഹസ്യങ്ങൾ പോലും അറിയുന്നവനാണ് ഇത് ഇറക്കിത്തന്നത്. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. അവർ പറയുന്നു, ഇതെന്ത് ദൈവദൂതൻ! ഇയാൾ അന്നം തിന്നുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു. ഇയാളോടൊപ്പം മുന്നറിയിപ്പുകാരനായി ഒരു മലക്കിനെ ഇറക്കിക്കൊടുക്കാത്തതെന്ത്? ഔ യുൽഖാ ഇലൈഹി കൻസുൻ ഔ തകൂനു ലഹു ജന്നത്തുൻ യഅകുലു മിൻഹാ വഖാല الظالمون ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്കൊരു നിധി ഇങ്ങ് ഇട്ടുകൊടുക്കുന്നില്ല? അതുമല്ലെങ്കിൽ എന്തും തിന്നാൻ കിട്ടുന്ന ഒരു തോട്ടമെങ്കിലും ഇയാൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടെ? ആ അക്രമികൾ പറയുന്നു, മാരണം ബാധിച്ച ഒരുത്തനെയാണ്
നിങ്ങൾ പിൻപറ്റുന്നത്. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. നോക്കൂ, എങ്ങനെയൊക്കെയാണ് അവർ നിന്നെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ തീർത്തും വഴികേടിലായി. ഒരു വഴിയും കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. തബാറകല്ലദീ ഇൻ ശാഅ ജഅല ലക ഖൈറൻ മിൻ ദാലിക ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വയജ്അൽ ലക ഖുസൂറാ. താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരാവശ്യപ്പെട്ടതിനേക്കാളെല്ലാം മെച്ചപ്പെട്ട പലതും, അഥവാ താഴ്ഭാഗത്തൂടെ പുഴകളൊഴുകുന്ന അനേകമാരാമങ്ങളും നിരവധി കൊട്ടാരങ്ങളും നിനക്ക് നൽകാൻ കഴിവുറ്റവനാണ് അല്ലാഹ്. അവൻ അളവറ്റ അനുഗ്രഹങ്ങളുള്ളവനാണ്. ബൽ കദ്ദബൂ ബിസ്സാഅതി വഅഅതദ്നാ ലിമൻ കദ്ദബ ബിസ്സാഅതി സഈറാ. എന്നാൽ കാര്യമിതാണ്, അന്ത്യസമയത്തെ അവർ തള്ളിപ്പറഞ്ഞു. അന്ത്യദിനത്തെ തള്ളിപ്പറയുന്നവർക്ക് നാം കത്തിക്കാളുന്ന നരകത്തീ ഒരുക്കിവെച്ചിരിക്കുന്നു. ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. ദൂരത്തുനിന്ന് അതവരെ കാണുമ്പോൾ തന്നെ അതിന്റെ ക്ഷോഭവും ഇരമ്പലും അവർക്ക് കേൾക്കാനാവും. وَإِذَا أُلْقُوا مِنْهَا مَكَانًا ضَيِّقًا مُقَرَّنِينَ دَعَوْا هُنَالِكَ ثُبُورًا. ചങ്ങലകളിൽ ബന്ധിതരായി നരകത്തിലെ ഇടുങ്ങിയ ഇടത്തേക്ക് എറിയപ്പെട്ടാൽ അവരവിടെ വെച്ച് നശിച്ചു കിട്ടുന്നതിനായി മുറവിളി കൂട്ടും. ലാ തദ്ഉ اليوم ثبورا واحدا وادعوا ثبورا كثيرا. അപ്പോൾ അവരോട് പറയും, നിങ്ങളിന്ന് ഒരു നാശത്തെയല്ല അനേകം നാശത്തെ വിളിച്ചുകൊള്ളുക. ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദി അല്ലതി വഅദൽ മുത്തഖൂൻ കാനത് ലഹും ജസാഅൻ വമസീറാ. ചോദിക്കുക, ഇതാണോ നല്ലത്, അതോ ശാശ്വത സ്വർഗമോ? സൂക്ഷ്മതയുള്ളവർക്ക് വാഗ്ദാനമായി നൽകിയത് അതാണ്, അവർക്കുള്ള പ്രതിഫലമാണത്. അന്ത്യസങ്കേതവും അതുതന്നെ. ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ കാന അലാ റബ്ബിക വഅദൻ മസ്ഊലാ. അവിടെ അവർക്ക് അവരാഗ്രഹിക്കുന്നതൊക്കെ കിട്ടും. അവരവിടെ നിത്യവാസികളായിരിക്കും. പൂർത്തീകരണം തന്റെ ബാധ്യതയായി നിശ്ചയിച്ച് നിന്റെ നാഥൻ നൽകിയ വാഗ്ദാനമാണിത്. വയൗമ യഹ്ശുറുഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഫയഖൂലു അഅൻതും അദ്ലൽതും ഇബാദി ഹാഉലാ فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل. അവരെയും അല്ലാഹുവെ വിട്ട് അവർ പൂജിച്ചു വരുന്നവയെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അല്ലാഹു അവരോട് ചോദിക്കും, നിങ്ങളാണോ എന്റെ ഈ അടിമകളെ വഴിപിഴപ്പിച്ചത്, അതല്ല അവർ സ്വയം പിഴച്ചുപോയതോ? قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا الذكر وكانوا قوما بورا. അവർ പറയും, നീ എത്ര പരിശുദ്ധൻ! നിന്നെ വിട്ട് ഏതെങ്കിലും രക്ഷാധികാരികളെ സ്വീകരിക്കുക എന്നത് ഞങ്ങൾക്ക് ചേർന്നതല്ല. എന്നാൽ നീ അവർക്കും അവരുടെ പിതാക്കൾക്കും ജീവിത സുഖം നൽകി. അങ്ങനെ അവർ ഈ ഉദ്ബോധനം മറന്നുകളഞ്ഞു. അതുവഴി അവരൊരു നശിച്ച ജനതയായി. فقد كذبوكم بما تقولون فما تستطيعون صرفا
ولا نصرا ومن يظلم منكم نذقه عذابا كبيرا. അല്ലാഹു പറയും, നിങ്ങൾ പറയുന്നതൊക്കെ അവർ നിഷേധിച്ചു തള്ളിയിരിക്കുന്നു. ഇനി ശിക്ഷയെ തട്ടിമാറ്റാനോ എന്തെങ്കിലും സഹായം നേടാനോ നിങ്ങൾക്ക് സാധ്യമല്ല. അതിനാൽ നിങ്ങളിൽ നിന്ന് അക്രമം കാണിച്ചവരെ നാം കഠിന ശിക്ഷ അനുഭവിപ്പിക്കും. وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. ആഹാരം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയും ചെയ്യുന്നവരല്ലാത്ത ആരെയും നിനക്ക് മുമ്പും നാം ദൂതന്മാരായി അയച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ നിങ്ങളിൽ ചിലരെ മറ്റു ചിലർക്ക് നാം പരീക്ഷണമാക്കിയിരിക്കുന്നു. നിങ്ങൾ ക്ഷമിക്കുമോ എന്നറിയാൻ നിന്റെ നാഥൻ എല്ലാം കണ്ടറിയുന്നവനാണ്. وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا. നാമുമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്തവർ പറഞ്ഞു, നമുക്ക് മലക്കുകൾ ഇറക്കപ്പെടാത്തതെന്ത്, അല്ലെങ്കിൽ നമ്മുടെ നാഥനെ നാം നേരിൽ കാണാത്തതെന്ത്. അവർ സ്വയം പൊങ്ങച്ചം നടിക്കുകയും കടുത്ത ധിക്കാരം കാട്ടുകയും ചെയ്തിരിക്കുന്നു. يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون حجرا محجورا. മലക്കുകളെ അവർ കാണും ദിനം, അന്ന് കുറ്റവാളികൾക്ക് ശുഭവാർത്തയൊന്നുമില്ല. അവരിങ്ങനെ പറയും, കാക്കണേ, തടുക്കണേ. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. അപ്പോൾ അവർ പ്രവർത്തിച്ചിരുന്ന കർമ്മങ്ങളുടെ നേരെ നാം തിരിയും. അങ്ങനെ നാം അവയെ ചിതറിയ പൊടിപടലങ്ങളാക്കും. അസ്ഹാബുൽ ജന്നതി യൗമഇദിൻ ഖൈറും മുസ്തഖറൻ വഅഹ്സനു മഖീലാ. സ്വർഗാവകാശികൾ നല്ല വാസസ്ഥലവും ഉത്തമമായ വിശ്രമകേന്ദ്രവും ഉള്ളവരായിരിക്കും. ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا. ആകാശം പൊട്ടിപ്പിളർന്ന് മേഘപടലം പുറത്തുവരികയും മലക്കുകളെ കൂട്ടം കൂട്ടമായി ഇറക്കുകയും ചെയ്യുന്ന ദിവസം. الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. അന്ന് യഥാർത്ഥ ആധിപത്യം പരമകാരുണികനായ അല്ലാഹുവിനായിരിക്കും. സത്യനിഷേധികൾക്കാണെങ്കിൽ അത് ഏറെ ക്ലേശകരമായ ദിനമായിരിക്കും. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. അക്രമിയായ മനുഷ്യൻ ഖേദത്താൽ കൈകടിക്കുന്ന ദിനമാണത്. അന്ന് അയാൾ പറയും, ഹാ കഷ്ടം, ഞാൻ പ്രവാചകനോടൊപ്പം അദ്ദേഹത്തിന്റെ മാർഗം അവലംബിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്റെ നിർഭാഗ്യം, ഞാൻ ഇന്നയാളെ കൂട്ടുകാരനാക്കിയിരുന്നില്ലെങ്കിൽ. ലഖദ് അദല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ. എനിക്ക് ഉദ്ബോധനം വന്നെത്തിയ ശേഷം അവൻ എന്നെ അതിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞല്ലോ. പിശാച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൊടിയ വഞ്ചകൻ തന്നെ. وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا. പ്രവാചകൻ അന്ന് പറയും, നാഥ,
എന്റെ ജനം ഈ ഖുർആനിനെ തീർത്തും നിരാകരിച്ചു. وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. അவ்വിധം എല്ലാ പ്രവാചകന്മാർക്കും കുറ്റവാളികളായ ചില ശത്രുക്കളെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. വഴികാട്ടിയായും സഹായിയായും നിന്റെ നാഥൻ തന്നെ മതി. وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. സത്യനിഷേധികൾ ചോദിക്കുന്നു, ഇയാൾക്ക് ഈ ഖുർആൻ മുഴുവനും ഒന്നിച്ച് ഒരേ സമയം ഇറക്കിക്കൊടുക്കാത്തതെന്ത്? എന്നാൽ അത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താനാണിത്. നാം ഇത് ഇടവിട്ട് പല തവണയായി ഓതി കേൾപ്പിക്കുന്നു. ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا. അവർ ഏതൊരു പ്രശ്നവുമായി നിന്നെ സമീപിക്കുകയാണെങ്കിലും അവയ്ക്കെല്ലാം ശക്തമായ ന്യായവും വ്യക്തമായ വിശദീകരണവും നിനക്ക് നാം എത്തിച്ചു തരാതിരിക്കില്ല. الذين يحشرون على وجوههم إلى جهنم أولئك شر مكانا وأضل سبيلا. മുഖം കുത്തി നരകത്തീയിലേക്ക് തള്ളപ്പെടുന്നവരാണ് ഏറ്റവും നീചാവസ്ഥയിലുള്ളവർ. അങ്ങേയറ്റം പിഴച്ചവരും അവർ തന്നെ. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ وَجَعَلْنَا مَعَهُ أَخَاهُ هَارُونَ وَزِيرًا. മൂസാക്ക് നാം വേദപുസ്തകം നൽകി. അദ്ദേഹത്തോടൊപ്പം സഹോദരൻ ഹാറൂനെ സഹായിയായി നിശ്ചയിച്ചു. فَقُلْنَا اذْهَبَا إِلَى الْقَوْمِ الَّذِينَ كَذَّبُوا بِآيَاتِنَا فَدَمَّرْنَاهُمْ تَدْمِيرًا. എന്നിട്ട് നാം പറഞ്ഞു, നിങ്ങൾ ഇരുവരും പോകൂ നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറഞ്ഞ ജനത്തിന്റെ അടുത്തേക്ക്. അങ്ങനെ നാം അവരെ തകർത്തു തരിപ്പണമാക്കി. وقوم نوح لما كذبوا الرسل أغرقناهم وجعلناهم للناس آية وأعتدنا للظالمين عذابا أليما. നൂഹിന്റെ ജനതയെയും നാം അതുതന്നെ ചെയ്തു. അവർ ദേവദൂതന്മാരെ കള്ളമാക്കി തള്ളി. അപ്പോൾ നാം അവരെ മുക്കിക്കൊന്നു. അങ്ങനെ നാം അവരെ ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാക്കി. അക്രമികൾക്കു നാം നോവേറിയ ശിക്ഷ ഒരുക്കിവെച്ചിട്ടുണ്ട്. وعادا وثمود وأصحاب الرس وقرونا بين ذلك كثيرا. ആദ്, സമൂദ്, റസ്സുകാർ, അതിനിടയിലെ നിരവധി തലമുറകൾ എല്ലാവരെയും നാം നശിപ്പിച്ചു. وكلا ضربنا له الأمثال وكلا تبرنا تتبيرا. എല്ലാവർക്കും നാം മുൻഗാമികളുടെ ജീവിതാനുഭവങ്ങൾ വിവരിച്ചു കൊടുത്തിരുന്നു. അവസാനം അവരെയൊക്കെ നാം തകർത്തു തരിപ്പണമാക്കി. ولقد أتوا على القرية التي أمطرت مطر السوء أفلم يكونوا يرونها بل كانوا لا يرجون نشورا. വിപത്തിന്റെ മഴ പെയ്തിറങ്ങിയ ആ നാട്ടിലൂടെയും ഇവർ കടന്നുപോയിട്ടുണ്ട്. എന്നിട്ടും ഇവരിതൊന്നും കണ്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ അവർ ഉയിർത്തെഴുന്നേൽപ്പ് ഒട്ടും പ്രതീക്ഷിക്കാത്തവരായിരുന്നു. وَإِذَا رَأَوْكَ إِن يَتَّخِذُونَكَ إِلَّا هُزُوًا أَهَذَا الَّذِي بَعَثَ اللَّهُ رَسُولًا. നിന്നെ കാണുമ്പോഴെല്ലാം ഇക്കൂട്ടർ നിന്നെ പുച്ഛിക്കുകയാണല്ലോ. അവർ ചോദിക്കുന്നു, ഇയാളെയാണോ ദൈവം തന്റെ ദൂതനായി അയച്ചത്? إِن كَادَ لَيُضِلُّنَا عَنْ آلِهَتِنَا لَوْلَا أَن صَبَرْنَا عَلَيْهَا وَسَوْفَ يَعْلَمُونَ حِينَ يَرَوْنَ الْعَذَابَ مَنْ أَضَلُّ سَبِيلًا. നമ്മുടെ ദൈവങ്ങളിലെ വിശ്വാസത്തിൽ
നാം ക്ഷമയോടെ ഉറച്ചു നിന്നിരുന്നില്ലെങ്കിൽ അവയിൽ നിന്ന് ഇവൻ നമ്മെ തെറ്റിച്ചു കളയുമായിരുന്നു. എന്നാൽ ശിക്ഷ നേരിൽ കാണുന്നേരം അവർ തിരിച്ചറിയും ഏറ്റം വഴിപിഴച്ചവർ ആരെന്ന്. أرأيت من اتخذ إلهه هواه أفأنت تكون عليه وكيلا തന്റെ ദേഹേച്ഛയെ ദൈവമാക്കിയവനെ നീ കണ്ടോ? എന്നിട്ടും അവനെ നേർവഴിയിലാക്കുന്ന ബാധ്യത നീ ഏൽക്കുകയോ? أم تحسب أن أكثرهم يسمعون أو يعقلون إن هم إلا كالأنعام بل هم أضل سبيلا അല്ല, നീ കരുതുന്നുണ്ടോ അവരിലേറെ പേരും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുവെന്ന്? എന്നാൽ അവർ കന്നുകാലികളെപ്പോലെയാണ്, അല്ല അവയേക്കാളും പിഴച്ചവരാണ്. ألم تر إلى ربك كيف مد الظل ولو شاء لجعله ساكنا ثم جعلنا الشمس عليه دليلا നിന്റെ നാഥനെക്കുറിച്ച് നീ ആലോചിച്ചു നോക്കിയിട്ടില്ലേ? എങ്ങനെയാണവൻ നിഴലിനെ നീട്ടിയിട്ടുകൊണ്ടിരിക്കുന്നതെന്ന്? അവൻ ഇച്ഛിച്ചിരുന്നെങ്കിൽ അതിനെ അവൻ ഒരേ സ്ഥലത്തു തന്നെ നിശ്ചലമാക്കുമായിരുന്നു. സൂര്യനെ നാം നിഴലിന് വഴികാട്ടിയാക്കി. ثم قبضناه إلينا قبضا يسيرا പിന്നെ നാം ആ നിഴലിനെ അല്പാൽപമായി നമ്മുടെ അടുത്തേക്ക് ചുരുക്കിക്കൊണ്ടുവരുന്നു. وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا അവനാണ് നിങ്ങൾക്ക് രാവിനെ വസ്ത്രമാക്കിയത്, ഉറക്കത്തെ വിശ്രമാവസരവും പകലിനെ ഉണർവ് വേളയുമാക്കിയതും അവൻ തന്നെ. وهو الذي أرسل الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا തന്റെ അനുഗ്രഹത്തിന്റെ മുന്നോടിയായി ശുഭസൂചനയോടെ കാറ്റുകളെ അയച്ചവനും അവനാണ്. മാനത്തുനിന്ന് നാം ശുദ്ധമായ വെള്ളമിറക്കി. لنحيي به بلدة ميتا ونسقيه مما خلقنا أنعاما وأناسيا كثيرا അതുവഴി ചത്ത നാടിനെ ചൈതന്യമുള്ളതാക്കാൻ നാം സൃഷ്ടിച്ച ഒട്ടുവളരെ കന്നുകാലികളെയും മനുഷ്യരെയും കുടിപ്പിക്കാനും. وَلَقَدْ صَرَّفْنَاهُ بَيْنَهُمْ لِيَذَّكَّرُوا فَأَبَى أَكْثَرُ النَّاسِ إِلَّا كُفُورًا നാം അത് അവർക്കിടയിൽ വിതരണം ചെയ്തു, അവർ ചിന്തിച്ചറിയാൻ. എന്നാൽ ജനങ്ങളിലേറെ പേരും നന്ദികേടു കാട്ടാനാണ് ഒരുമ്പെട്ടത്. وَلَوْ شِئْنَا لَبَعَثْنَا فِي كُلِّ قَرْيَةٍ نَذِيرًا നാം ഇച്ഛിച്ചിരുന്നുവെങ്കിൽ ഓരോ നാട്ടിലും നാം ഓരോ താക്കീതുകാരനെ നിയോഗിക്കുമായിരുന്നു. فَلَا تُطِعِ الْكَافِرِينَ وَجَاهِدْهُم بِهِ جِهَادًا كَبِيرًا അതിനാൽ നീ സത്യനിഷേധികളെ അനുസരിക്കരുത്. ഈ ഖുർആൻ ഉപയോഗിച്ച് നീ അവരോട് ശക്തമായി സമരം ചെയ്യുക. وهو الذي مرج البحرين هذا عذب فرات وهذا ملح أجاج وجعل بينهما برزخا وحجرا محجورا രണ്ട് സമുദ്രങ്ങളെ സംയോജിപ്പിച്ചതും അവനാണ്. ഒന്നിൽ ശുദ്ധമായ തെളിനീരാണ്, രണ്ടാമത്തതിൽ ചവർപ്പുള്ള ഉപ്പുവെള്ളവും. അവ രണ്ടിനുമിടയിൽ അവനൊരു മറയുണ്ടാക്കിയിരിക്കുന്നു, ശക്തമായ തടസ്സവും. وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربك قديرا വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനും അവനാണ്. അങ്ങനെ അവനെ രക്തബന്ധവും വിവാഹബന്ധവുമുള്ളവനാക്കി. നിന്റെ നാഥൻ എല്ലാറ്റിനും കഴിവുറ്റവനാണ്. ويعبدون من دون الله ما لا ينفعهم ولا يضرهم
وكان الكافر على ربه ظهيرا. അള്ളാഹുവെ വിട്ട് തങ്ങൾക്ക് ഗുണമോ ദോഷമോ ചെയ്യാത്ത പലതിനെയും അവർ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. സത്യനിഷേധി തന്റെ നാഥനെതിരെ എല്ലാ ദുശ്ശക്തികളെയും സഹായിക്കുന്നവനാണ്. وما أرسلناك إلا مبشرا ونذيرا. ശുഭവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. قل ما أسألكم عليه من أجر إلا من شاء أن يتخذ إلى ربه سبيلا. പറയുക, ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. ആരെങ്കിലും തന്റെ നാഥനിലേക്കുള്ള വഴി അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്ന് മാത്രം. وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അല്ലാഹ്, ഒരിക്കലും മരിക്കാത്തവനും. അവനിൽ ഭരമേൽപ്പിക്കുക, അവന്റെ വിശുദ്ധി വാഴ്ത്തുക, അവനെ കീർത്തിക്കുക. തന്റെ ദാസന്മാരുടെ പാപങ്ങളെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനായി അവൻ തന്നെ മതി. الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش الرحمن فاسأل به خبيرا. ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും 6 ദിനം കൊണ്ട് സൃഷ്ടിച്ചവനാണവൻ. പിന്നെ അവൻ സിംഹാസനസ്ഥനായി. പരമകാരുണികനാണവൻ. അവനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവരോട് ചോദിച്ചു നോക്കൂ. وإذا قيل لهم اسجدوا للرحمن قالوا وما الرحمن أنسجد لما تأمرنا وزادهم نفورا. ആ പരമകാരുണികന് സുജൂദ് ചെയ്യൂ എന്ന് അവരോട് പറഞ്ഞാൽ അവർ ചോദിക്കും, എന്താണ് ഈ പരമകാരുണികനെന്ന് പറഞ്ഞാൽ? നീ പറയുന്നവർക്കൊക്കെ ഞങ്ങൾ സുജൂദ് ചെയ്യണമെന്നോ? അങ്ങനെ സത്യപ്രബോധനം അവരുടെ അകൽച്ചയും വെറുപ്പും വർദ്ധിപ്പിക്കുകയാണുണ്ടായത്. തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. ആകാശത്ത് നക്ഷത്രപഥങ്ങളുണ്ടാക്കിയവൻ ഏറെ അനുഗ്രഹമുള്ളവൻ തന്നെ. അതിലവൻ ജ്വലിക്കുന്ന വിളക്ക് സ്ഥാപിച്ചിരിക്കുന്നു, പ്രകാശിക്കുന്ന ചന്ദ്രൻ. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. രാപ്പകലുകൾ മാറി മാറി വരും വിധമാക്കിയവനും അവൻ തന്നെ. ചിന്തിച്ചറിയാനോ നന്ദി കാണിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇതൊക്കെയും ഒരുക്കിയത്. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. പരമകാരുണികനായ അല്ലാഹുവിന്റെ ദാസന്മാർ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ്. അവിവേകികൾ വാദകോലാഹലത്തിന് വന്നാൽ നിങ്ങൾക്കു സമാധാനം എന്ന് മാത്രം പറഞ്ഞൊഴിയുന്നവരാണവർ. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. സുജൂദ് ചെയ്തും നിന്ന് പ്രാർത്ഥിച്ചും തങ്ങളുടെ നാഥന്റെ മുമ്പിൽ രാത്രി കഴിച്ചു കൂട്ടുന്നവരും. വല്ലദീന യഖൂലൂന റബ്ബന അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് നീ നരകശിക്ഷയെ തട്ടി നീക്കേണമേ. തീർച്ചയായും അതിന്റെ ശിക്ഷ വിട്ടൊഴിയാത്തതു തന്നെ. ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അത് ഏറ്റം ചീത്തയായ താവളവും മോശമായ പാർപ്പിടവുമത്രേ. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ.
ചെലവഴിക്കുമ്പോൾ അവർ പരിധി വിടുകയില്ല, പിശുക്ക് കാട്ടുകയുമില്ല. രണ്ടിനുമിടയ്ക്ക് മിതമാർഗം സ്വീകരിക്കുന്നവരാണവർ. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. അല്ലാഹുവോടൊപ്പം മറ്റു ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവരുമാണവർ. അല്ലാഹു ആദരണീയമാക്കിയ ജീവനെ ന്യായമായ കാരണത്താലല്ലാതെ ഹനിക്കാത്തവരും വ്യഭിചരിക്കാത്തവരുമാണ്. ഇക്കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ അതിന്റെ പാപഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. يضاعف له العذاب يوم القيامة ويخلد فيه مهانا. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അവന് ഇരട്ടി ശിക്ഷ കിട്ടും. അവനതിൽ നിന്ദിതനായി എന്നെന്നും കഴിയേണ്ടി വരും. إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അത്തരക്കാരുടെ തിന്മകൾ അല്ലാഹു നന്മകളാക്കി മാറ്റും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. ومن تاب وعمل صالحا فإنه يتوب إلى الله متابا. ആരെങ്കിലും പശ്ചാത്തപിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയുമാണെങ്കിൽ അവൻ അല്ലാഹുവിങ്കലേക്ക് യഥാവിധി മടങ്ങിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما. കള്ളസാക്ഷ്യം പറയാത്തവരാണവർ. അനാവശ്യം നടക്കുന്നിടത്തോടെ പോകേണ്ടി വന്നാൽ അതിലിടപെടാതെ മാന്യമായി കടന്നു പോകുന്നവരും. والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. തങ്ങളുടെ നാഥന്റെ വചനങ്ങളിലൂടെ ഉദ്ബോധനം നൽകിയാൽ ബധിരരും അന്ധരുമായി അതിന്മേൽ വീഴാത്തവരും. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരുമാണ്: ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്കു നീ കൺകുളിർമ നൽകണമേ. ഭക്തി പുലർത്തുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കണമേ. أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما. അത്തരക്കാർക്ക് തങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിൽ സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങൾ പ്രതിഫലമായി നൽകും. അഭിവാദ്യത്തോടെയും സമാധാനാശംസകളോടെയുമാണ് അവരെ അവിടെ സ്വീകരിക്കുക. خالدين فيها حسنت مستقرا ومقاما. അവരവിടെ നിത്യവാസികളായിരിക്കും. എത്ര നല്ല താവളം, എത്ര നല്ല വാസസ്ഥലം. قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. പറയുക, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ നാഥൻ നിങ്ങളെ ഒട്ടും പരിഗണിക്കുകയില്ല. നിങ്ങൾ അവനെ നിഷേധിച്ച് തള്ളിയിരിക്കുകയാണല്ലോ. അതിനാൽ അതിനുള്ള ശിക്ഷ അടുത്തു തന്നെ അനിവാര്യമായും ഉണ്ടാകും.